Okay, next we shall study page 231, protection from insects and pest. So how we have to protect the forest from pest and insects. Other important cause of forest destruction are insects and pest. Methods of controlling diseases in forest include removing infected trees and using insecticides and fungicides. We know that there are a lot of trees in the forest, isn't it? Okay, since there are a lot of trees in the forest, there is a possibility for the trees to be infected by the insecticides and fungus, pest, and all. So, pets means what? Pest എന്ന് പറഞ്ഞാല് ഈ ചെറിയ കീടാണുക്കളില്ലേ, രോഗാണുക്കളൊക്കെ. അതെ, ഇൻസെക്ട് ചെറിയ ചെറിയ പ്രാണികള്, മറ്റു രോഗാണുക്കള്, പ്രാണികളെല്ലാം ഇലകളൊക്കെ തിന്നു തീർക്കിയല്ലേ, അത് ഇൻസെക്റ്റുകള്. പിന്നെ നമ്മുടെ ഈ ചെറിയ കീടങ്ങളൊക്കെ, കുഞ്ഞു കീടങ്ങളൊക്കെ, രോഗാണുക്കളൊക്കെ, അതൊക്കെ ഇലകളൊക്കെ തിന്നു. അപ്പം അതിന്റെ ഒരു മെയിൻ നമ്മള് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് we have to control the disease in the forest, including removing the infected trees. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില മരത്തേലൊക്കെ ഇങ്ങനെ പുഴുക്കളൊക്കെ കയറി പിടിച്ചിട്ട് മൊത്തം ഇലയും തിന്ന് തീർക്കും. ചിലപ്പോ അതിന്റെ എന്താ പറയണ്ടേ, ഈ മരത്തേലൊക്കെ കയറി ഇരുന്നിട്ട് അതിന്റെ തടിയെ കയറി ഇരുന്നിട്ട് വെള്ളം വരെ ഊറ്റി കുടിക്കുന്നുണ്ട്, കുറേ എണ്ണങ്ങൾ കാണും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ദ മീൻസ് കട്ട് ഓഫ് ദ ഇൻഫെക്റ്റഡ് ട്രീസ്. ഫോറസ്റ്റിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം അധികാരം ഫോറസ്റ്റിലേക്ക് പോകാറില്ല. ഇനി ഫോറസ്റ്റ് പോകുമ്പോൾ തന്നെ നമ്മളിപ്പോ ഇതൊക്കെ നോക്കിക്കൊണ്ട്, നമ്മുടെ വീട്ടിലെ ഒരു മരം ആണെങ്കിൽ വി വിൽ കെയർ ഫോർ ദാറ്റ്. പക്ഷെ നമ്മൾ ഫോറസ്റ്റിലോട്ട് അധികം ആൾക്കാർ പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര കെയറിംഗ് ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ദ infected trees and using insecticides and fungicides. എന്നിട്ട് പിന്നെ നമ്മൾ ചുറ്റുമുള്ള മറ്റു മരങ്ങളിൽ അത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസെക്ടിസൈഡ്സ്, അതായത് കീടനാശിനികളൊക്കെ തളിച്ചിരിക്കണം. Insects and pests can be efficiently controlled by natural insect predators. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന വേറൊരു രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാല് നാച്ചുറൽ ആയിട്ടുള്ള ഇൻസെക്ട് പ്രൊഡക്ടേഴ്സ്. പ്രൊഡക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഇത്തരം ജീവികളെയൊക്കെ തിന്നുന്ന മറ്റു ജീവികൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മുടെ ഒക്കെ വീട്ടിലെ പച്ചക്കറികളിലൊക്കെ ഈ പറയുന്ന പെസ്റ്റ് ഒക്കെ ആക്രമിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ആക്രമിക്കാതിരിക്കാൻ നമ്മള് ചുമന്ന കളറുള്ള ഉറുമ്പില്ല, റെഡ് ആൻഡ്, അതായത് നീറെന്ന് പറയുന്നത്, നിശറ്, അതിനെ കയറ്റിവിടും ഇല്ലേ? ഉറുമ്പുകൾ കയറിയാൽ ഈ കുഞ്ഞു കുഞ്ഞു കീടങ്ങളെല്ലാം തിന്നോളും. അതുകൊണ്ട് നമ്മൾ പച്ചക്കറി പയറേല് കയറ്റിവിടും. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള മറ്റു പ്രാണികൾ വന്ന് അത് തിന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കയറ്റിവിടും, അല്ലെ? അപ്പൊ ലൈക്ക് ദിസ് വേ, ഇങ്ങനെ നമ്മള് നാച്ചുറൽ മെത്തേഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ നാച്ചുറൽ ഇൻസെക്ട് predators. They kill insects in large numbers. അത് ഈ ഇൻസെക്റ്റുകളെല്ലാം തിന്ന് തീർത്തോളും. Next, protection from overgrazing. What is the meaning of overgrazing? Overgrazing means മേയുക. കന്നുകാലികളൊക്കെ മേഞ്ഞ് ചവിട്ടി നശിപ്പിക്കും, അല്ലെ? ഓക്കെ, overgrazing by cattle, sheep, horses, etc. not only destroys grasslands but also trees in forest also. അപ്പൊ ഈ നമുക്കറിയാം, നമ്മൾ ആടിനെയും പശുവിനെ കഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി മെതിച്ച് നിലത്തുള്ള പുല്ലുകളും അതെല്ലാം നശിപ്പിക്കും, പിന്നെ ട്രീസ് ഒക്കെ തിന്ന് നശിപ്പിക്കും, അല്ലെ? അപ്പൊ നമുക്ക് വീട്ടിൽ ഒരു പശുവേ ഉള്ളൂ, പക്ഷെ ഫോറസ്റ്റിൽ അങ്ങനെയല്ല. ഫോറസ്റ്റിലോട്ട് അയച്ചുകൂടെ കുറേ എണ്ണങ്ങൾ കാണും. So overgrazing will destroy the grassland. ഗ്രാസ്ലാൻഡിനെ മാത്രമല്ല, ഈവൻ ഇൻ ഫോറസ്റ്റ് ഓൾസോ, ഫോറസ്റ്റിലും പോലും ഇങ്ങനെ നശിപ്പിക്കും. The young trees are either eaten up or trampled. അപ്പം ചെറിയ മരങ്ങളെയൊക്കെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ തിന്ന് തീർക്കും, അല്ലെങ്കിൽ കടിച്ചു മുറിച്ച് നശിപ്പിച്ച് തീർക്കും. നമുക്കറിയാം, ആടൊക്കെ തിന്നിട്ടുണ്ടെന്നൊരു പിന്നെ മുളച്ചു വരാൻ തന്നെ പാടാണ്, താമസം പിടിക്കും, അല്ലെ? പശുവിനെക്കാളും ഒത്തിരി താമസം പിടിക്കും. അങ്ങനെ the lower leaves are eaten up and roots and trunks are injured. കർമുറ, കാട്ടിലെ പശുക്കളും കാട്ടിലെ എരുമകളും ഒക്കെ അല്ലേ, നമ്മളെ പോലെ സാമാന്യ കോമൺ സെൻസ് ഇല്ല, അല്ലെ? അപ്പൊ അവര് കർമുറ എല്ലാം നശിപ്പിക്കും. സോ the leaves, lower leaves means the area up to which they can reach their head. അവരുടെ തല ഉയർത്തി അവർക്ക് എത്രത്തോളം തിന്നാൻ പറ്റുമോ അത്രയും അവർ തിന്നും. താഴെ ഭാഗത്തുള്ള എല്ലാം അവര് തിന്ന് നശിപ്പിക്കും. And the trunks are injured. Overgrazing must therefore be prevented to save forest. So ഫോറസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർഗ്രേസിംഗും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. So these are the methods to
protect the forest. First one is means forestation protection from fire, protect from insect and pest, next protection from the overgrazing. ഇതിനൊക്കെ നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ നമ്മുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ. Okay, shall we discuss the question answer? Please take fastly your textbook, pencil. First question is, the lowest layer in the understory is formed by shrubs, herbs, trees, all grasses. What will be the answer? Herb. B is the answer, herbs. Next, second question. Which of these is not obtained from the forest product? Paper, furniture, plastics, medicines. Easy to utharam parayam alle. Plastic. Okay, good. Third question. Which of the following are called producers? Herbivorous, carnivorous, green plants, bacteria and fungi. Producers are bacteria and fungi. No. Green plants. അവരെല്ലാം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. The first link in all food chains are herbivorous, carnivorous, green plants, none of this. Food chain starting ledana green plants. Okay. Next. Which of these enable nutrients present in the bodies of plants and animals to back to the soil after they die? Producers, primary consumers, secondary consumers, decomposers. Decomposers. Yes, correct. Next, sixth question. The primary source of energy in nature is oxygen, carbon dioxide, fuels, sun. Sun. Seventh question. Which of the following does a forest prevent? Flood, soil erosion, water table from going down, all of this. All of this. എല്ലാം ചെയ്യും അല്ലേ? Next, eighth question. Which of the following does a forest not do? Supply oxygen, supply carbon dioxide, cool the air, increase rainfall. Supply oxygen. ഫോറസ്റ്റ് ചെയ്യാത്ത കാര്യം ചോദിച്ചത്. എന്താ ചെയ്യാത്ത? ഓക്സിജൻ തരുന്നില്ലേ? Increase rainfall. റെയിൻഫോൾ കൂട്ടുന്നില്ലേ ഫോറസ്റ്റ്? Supply carbon dioxide. Yes, supply carbon dioxide. Carbon dioxide അവർ തരുന്നില്ല, പകരം അവർ എടുക്കുക ചെയ്യുന്നത് അല്ലേ? Okay, next ninth question. Plants do not depend on animals for dash pollination, food, seed dispersal, nutrients. Pollination. Plants do not depend upon animals for pollination. ആശ്രയിക്കുന്നില്ലേ? പിന്നെ ഏതാ ഇല്ലാത്ത? Seed dispersal. Seed dispersal ആണല്ലേ? Dispersal of seeds. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിത്തുകൾ കൊണ്ടിടുന്നതിന് ഇതില്ലേ? ന്യൂട്രിയൻസിനും ഇല്ലേ? കാരണം ചാണകമൊക്കെ ഉപയോഗിക്കുന്നില്ലേ? പിന്നെ ഏതിനാ പ്ലാന്റ്സ്? ഫുഡിന് മൃഗങ്ങളെ തിന്നുന്നുണ്ടോ? ഇല്ല. അവര് നാച്ചുറൽ മീൻസ് നോൺ ലിവിങ് തിങ്സിനെ മാത്രമേ ഫുഡിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ് ആൻഡ് വാട്ടർ. അപ്പൊ നോൺ വെജ് ആണ്. Okay, so food is the answer. Non-veg. Next, 10th question. Flow of energy in nature takes the following path: carnivorous, herbivorous, green plants. Green plants, herbivorous, carnivorous. Sun, green plants, herbivorous, carnivorous. Sun, carnivorous, herbivorous, and green plants. C. Sun, green plant, herbivorous, carnivorous. Okay, C is the answer. Short answers,
What is the name given to the cover of branches of tall trees in forest? പൊക്കത്തിലുള്ള ട്രീയുടെ കവറിങ്ങിന് എന്താ പറയുന്നത്? Canopy. 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 Next, name one medicinal plant. അതല്ല ഒരു മെഡിസിനൽ പ്ലാന്റിന്റെ പേര് പറഞ്ഞേ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട, നിനക്കറിയത്തില്ലേ? തുളസി. യെസ്, തുളസി. തുളസി, നീം ട്രീ, ലൈക്ക് ദാറ്റ്. ഏത് വേണേലും ഏതാ. Next, third one. If there are no plants in the soil, heavy rain will cause extensive soil. അതായത് പ്ലാന്റ്സ് ഇല്ലെങ്കിൽ വലിയ മഴ എന്ത് ചെയ്യും? സോയിൽ എന്ത് ചെയ്യും? ഇറോഷൻ. Soil erosion. EROSION. Next, fourth question. Forests are called green lungs because they supply dash to the atmosphere. എന്തുകൊണ്ടാണ് അതിനെ ഗ്രീൻ ലങ്സ് എന്ന് പറയുന്നത്? Supply oxygen. ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ എഴുതാം. Forests help in cloud formation as they release dash in the air. Water vapor. Next, sixth one. Are carnivorous primary consumers or secondary consumer? Carnivorous. Secondary consumers. Okay, secondary consumers. Next, seventh question. A food chain shows the flow of energy from one organism to another. Where did this energy come from the first place? First energy എവിടുന്നാ വരുന്നേ? Green plants. Green plants എവിടുന്നാ കിട്ടുന്നേ? Sun. Sun. Okay, sun is the answer. Next, eighth question. Name one decomposer that is not a microorganism. Mushroom. Coronavirus. Coronavirus is microorganism. We cannot see that, isn't it? Mushroom. Next, ninth question. A food dash is made up of several connected food chains. Web. WEB. Food web. മിസ് ഇനി ഒരു പാഠം കൂടിയേ ഉള്ളൂ. ഒരു പാഠമുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇന്നുകൊണ്ട് തീർന്നില്ല ക്ലാസ്. അപ്പൊ നമുക്ക് ഈ പാഠം ഒഴിവാക്കാം. വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. അല്ല മിസ്, പകുതി ഇച്ചിരി ഉള്ളൂ, 4 പേജേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ. 2:30 ആകുമ്പത്തേനും ക്ലാസ് കട്ടാക്കിയല്ലേ? അല്ല, നാളെയോ മറ്റന്നാളായിട്ട് എടുക്കത്തില്ല. നാളെ എനിക്ക് ക്ലാസ് ഇല്ലല്ലോടാ, സയൻസ് ഇല്ലല്ലോ. നമുക്ക് തീർന്നില്ലേ ഈ ആഴ്ചത്തെ ക്ലാസ്? സ്പെഷ്യൽ ക്ലാസ് എടുക്ക്. അയ്യോ, അങ്ങനെ എടുക്കാൻ പറ്റും? ഞാൻ ഇവിടം വരെ വരണ്ടേ ഒരു പീരീഡിനായിട്ട്? എത്ര ദൂരത്തുനിന്ന് പറ്റുന്നറിയാമോ? അല്ല, മാനസമിസ് സ്പെഷ്യൽ ക്ലാസ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ. മാനസമിസിന് ലാപ്പ് വീട്ടിലുണ്ട് മോനെ, എനിക്ക് ലാപ്പില്ലടാ. മിസ് ഫോണിൽ കയറി. ഓക്കേടാ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എത്രത്തോളം ഇതിനകത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. Waste water management. You have studied in 6th standard about waste disposal, isn't it? Waste എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ലെസണ്. നമുക്കറിയാം there are a lot of waste water.
നമ്മളൊക്കെ വില്ലേജിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര അറിയത്തില്ല. പക്ഷെ ടൗണിലെ അവസ്ഥ അങ്ങനെയല്ല. ബിക്കോസ് population is high, they won't have a sufficient water from each well. Means each family may not be having well or ponds of their own. They have to depend upon the public water supply, isn't it? So they won't get properly water. Properly water means they will get sufficient water, but it might not be clean water. It will be purified. They have to depend upon the rivers and all. River water is supplied to them after purifying. When we use water at home to wash clothes and utensils, bath and flush toilets, it becomes dirty, isn't it? നമ്മുടെ വീട്ടിൽ നമ്മൾ തുണി അലക്കുന്നത്, കുളിക്കുന്നത്, ഫ്ലഷ് ചെയ്യുന്ന വെള്ളം, പിന്നെ എന്താ പറയേണ്ടത്, പാത്രം കഴുകുന്നത്, അങ്ങനെയുള്ളതെല്ലാം ആ വെള്ളം എല്ലാം വേസ്റ്റ് വാട്ടർ ആകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ബിക്കംസ് ദിസ് ഡർട്ടി വാട്ടർ ഈസ് കോൾഡ് വേസ്റ്റ് വാട്ടർ. It contains urine, fecus, detergent, and dirt released after washing clothes and utensils, and food waste. That means oil and fruit and vegetable waste. And like that way. നമ്മളുടെ വെള്ളത്തിൽ എല്ലാത്തരം വേസ്റ്റുകളാണ്. ടോയ്ലറ്റിലെ വെള്ളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ആ വേസ്റ്റ് ഉണ്ടാകും. പിന്നെ പാത്രം കഴുകുന്നതാണെങ്കിൽ അതിനകത്ത് സോപ്പിന്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാകും. പാത്രം കഴുകുന്ന പിന്നെ നമ്മുടെ എണ്ണ, ഫുഡ് വേസ്റ്റിന്റെ എല്ലാം ഉണ്ടാകും. തുണി ഇറക്കുന്നതാണെങ്കിൽ സോപ്പ് വേസ്റ്റ്, അങ്ങനെ എല്ലാം ഉണ്ടാകും. സോ ലൈക്ക് ദിസ് വേ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് വിൽ ബി ദേർ. ആൻഡ് harmful microorganisms that can cause diseases such as jaundice, cholera, and typhoid are present in it. സോ ഈ വെള്ളം നമുക്ക് പിന്നീട് ഉപയോഗിക്കാനേ പറ്റത്തില്ല. തുണി ഇളക്കിയ വെള്ളം പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, മറിച്ച് കളയുകയുള്ളൂ. പക്ഷേ അതിലകത്ത് രോഗാണുക്കളൊക്കെ ഉണ്ടാകും. There will be many microorganisms like which cause for the diseases like jaundice, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ പരത്താൻ പറ്റുന്ന രീതിയിലുള്ള രോഗാണുക്കളൊക്കെ ഇതിനകത്തുണ്ടാകും. Waste water is also generated in industries, hospitals, hotels, offices, and at other places. Industrial wastewater contains poisonous chemicals. So in fact, water which is released from the factories may be containing chemical poisonous items. ഫാക്ടറിയില് മിക്കവാറും ഫാക്ടറികളിലെല്ലാം കെമിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വെള്ളം എല്ലാം വരുമ്പോൾ ആ വെള്ളം എല്ലാം കെമിക്കൽ വേസ്റ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ്. Poison ആയിരിക്കും ഇത്. Waste water from hospitals may contain several types of disease causing germs and dangerous radioactive materials. സോ ഇനി ഹോസ്പിറ്റലിലെ വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരുപാട് രോഗാണുക്കളും അതുപോലെ തന്നെ അവിടെ എക്സ്റേ ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ സ്കാൻ ഒക്കെ ചെയ്തുകൊണ്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആയിരിക്കും വരുന്നത്. സോ ഇങ്ങനെ എവിടത്തെ ആണെങ്കിലും വീട്ടിലെ വെള്ളത്തിന് അത്ര പ്രശ്നമില്ല. പക്ഷെ ഈ ഫാക്ടറിയിലെ, ഹോസ്പിറ്റലിലെ, വലിയ വലിയ ഹോട്ടൽസിലെ, ഷോപ്പിലെ ഒക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണ് പുറത്തോട്ട് വരുന്നത്. Rainwater that has run down the land also forms wastewater. When it rainfalls, if you collect that water in a vessel, it is okay. But if it falls on the soil and it flows down, it will be wastewater. ആ വെള്ളം പിന്നെ കൊള്ളുവോ? മഴ വീഴുമ്പോൾ നമ്മൾ ഏതെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ച് ശേഖരിച്ചാൽ ആ വെള്ളം നല്ല വെള്ളമാണ്. പക്ഷേ മണ്ണിലേക്ക് ഒഴുകുന്ന വെള്ളം, മണ്ണിൽ കൂടി ഒഴുകുന്ന വെള്ളം പിന്നെ വേസ്റ്റ് വെള്ളം തന്നെയല്ലേ. പിന്നെ അതെന്തിനേലും കൊള്ളുവോ? ഇല്ല. Okay, as rainfall runs over the surface of roofs and ground, it may pick up various contaminants including soil particles, heavy metals, organic compounds, animal waste, and oil and grease. So we know that when the rainwater, when it comes from top, from their top, it is pure water. But when it falls down, as it flows, whatever waste is there, it will be joining with that water. Means വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ എല്ലാ വേസ്റ്റുകളും വരും. അത് മേ ബി ആനിമൽ വേസ്റ്റ് ആകാം, പിന്നെ കെമിക്കൽ വേസ്റ്റ് ആകാം. നമ്മൾ പ്ലാന്റ്സിനൊക്കെ അടിച്ച കെമിക്കലിന്റെ വേസ്റ്റുകളൊക്കെ വീണ് കിടപ്പുണ്ടാകും. അല്ലെങ്കിൽ മെറ്റൽസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് എല്ലാ വേസ്റ്റുകളും അടങ്ങുന്നതായിരിക്കും ആ വെള്ളം. പിന്നെ ആ വെള്ളം നമുക്ക് ഒന്നിനും കൊള്ളത്തില്ല. മീൻസ് അത് ഒഴുകി വന്ന് മരത്തിന്റെ ഒക്കെ ചോട്ടി വീഴുമ്പം ആ മരത്തിന് കൊള്ളും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം this is not useful. It may also pick up human feces, as many people in our country
who do not have proper sewage facilities at home defecate in the open. അത് animals waste മാത്രമല്ല, humans waste also will be there, because in many places in our country people do not have a proper toilets and all. Toilet facilities ഒന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വീട്ടിൽ 3-4 ടോയ്ലറ്റ് ഒക്കെ ഉള്ളവരുണ്ട് അല്ലെ, ഓരോ റൂമിലും ഓരോ ടോയ്ലറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകും അല്ലെ. ചില വീടുകളിൽ ഓരോ റൂമിലും ഓരോ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഒരെണ്ണെങ്കിലും ഉണ്ട്. പക്ഷെ ഇഫ് യു ഗോ ടു നോർത്ത് ഇന്ത്യ, തമിഴ്നാട്, in some parts of Karnataka, in almost all other states, they do not have proper toilet facility at all. So they will go for that purpose is outside. അവർ പുറത്തു പോയിട്ട് കാര്യം സാധിച്ചിട്ട് വരും, കാരണം അവർക്ക് ടോയ്ലറ്റ് ഇല്ല. അപ്പം അങ്ങനത്തെ ആള്. അപ്പൊ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ മഴവെള്ളത്തിലൂടെ ഈ വേസ്റ്റ് വരെ ഒഴുകി വരുന്നുണ്ട്. So we do not have proper sewage facilities at home, defecate in the open. As rainwater runs over agricultural land, it also picks up fertilizers and pesticides. So നമ്മളുടെ അഗ്രികൾച്ചറൽ ലാൻഡിൽ കൂടെ ഒഴുകുമ്പോൾ നമ്മൾ ആ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഇട്ടിരുന്ന പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് അതുമെല്ലാം ഈ മഴവെള്ളത്തിൽ ഇൻക്ലൂഡ് ആകും. Fertilizers contain nitrates and phosphates. നമുക്കറിയാം, നമ്മള് ചാണകം, ചാരം അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, മാനുവർ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് മുഴുവൻ തന്നെയും കെമിക്കൽ ഫെർട്ടിലൈസർ ആയിരിക്കും അല്ലെ. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലെ നൈട്രേറ്റ്സും ഫോസ്ഫേറ്റും ഒക്കെ ഉണ്ട്, ഇതൊക്കെ കെമിക്കൽസ് ആണ്. ഓക്കെ, സോ മഴവെള്ളം ഒഴുകുമ്പോൾ ഇതുമെല്ലാം ഒഴുകിയാണ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ വേസ്റ്റ് ആണ് എന്നർത്ഥം. Pesticides contain poisonous substances that are harmful to fish and other animals. സോ ഈ വെള്ളം ഒഴുകി പുഴയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാല് പുഴയിലും അല്ലെങ്കിൽ സമുദ്രത്തിലും ഒക്കെയുള്ള ഫിഷിനും അക്വാറ്റിക് അനിമൽസിനും എല്ലാം ഹാംഫുൾ ആണ്. All this wastewater forms sewage. It is evident from the above that it has several dissolved and suspended impurities in it. These are called contaminants. It is important to dispose of this sewage properly. If it is disposed of in lakes, rivers, or the sea without being treated, it can result in a major health hazard for humans and animals. So ഈ വേസ്റ്റ് വാട്ടറിന് എല്ലാം കൂടെ നമ്മൾ സ്വേജ് എന്ന് പറയും, അഴുക്കുചാൽ എന്ന് പറയും അല്ലെ. അഴുക്കുചാല് എന്തുവാടാ സൗണ്ട് വരുന്നത്? ഓക്കെ, സോ ഇതെല്ലാം ഈ വേസ്റ്റ് വാട്ടർ എല്ലാം ഇങ്ങനെ ഒഴുകി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ, okay, shall we stop it? We will continue on Tuesday. Okay, next Tuesday. നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട് മിസ്സേ. Yes. അപ്പൊ പരീക്ഷ നടക്കുമ്പോ ക്ലാസ് ഉണ്ടോ? ഉണ്ട്. പോർഷൻസ് ഒക്കെ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ 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 മിസ്.